ഹായ് നമസ്കാരം. ആർട്ട് ഓഫ് ശ്രീയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ റീസെൻ്റായിട്ട് വരച്ചിട്ടുള്ള കുറച്ച് ഫ്രീ ഹാൻഡ് പോർട്രേറ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള ഒരു സ്കെച്ച് ബുക്ക് ടൂറാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ വീഡിയോയിലേക്ക് പോകാം. ഇൻട്രോയിൽ കാണിച്ചിരിക്കുന്ന പോലെ ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു 30 രൂപയുടെ ഡ്രോയിങ് ബുക്കാണ് ഞാൻ ഈ ഡ്രോയിങ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ ഡ്രോയിങ് മലയാളത്തിലെ റെജീഷ വിജയൻ എന്ന് പറഞ്ഞ ആക്ട്രസിൻ്റെയാണ്. അനുരാഗ് കരിക്കുമ്പളത്തിലൂടെയൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ആക്ട്രസ്സാണ്. ഇപ്പോൾ ഒരുപാട് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു പെൻസിൽ ഡ്രോയിങ് ആണ്. ഈ പെൻസിൽ ഡ്രോയിങ്സ് എല്ലാം തന്നെ ഞാൻ ഫേബർ കാസ്റ്റലിൻ്റെ പെൻസിൽ യൂസ് ചെയ്തിട്ടാണ് ഡ്രോ ചെയ്തിട്ടുള്ളത്. അതിനൊരു 50 രൂപയുള്ളൊരു പാക്ക് പെൻസിൽസിന്. അടുത്ത ഡ്രോയിങ് ഒരു വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു പെൻസിൽ ഡ്രോയിങ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ജോണോ ഡ്രൈ എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബിൽ ചാർക്കോൾ പെൻസിൽസ് വെച്ചിട്ട് ഒരു ഹൈപ്പർ റിയലിസ്റ്റിക് ആയി വരയ്ക്കുന്ന ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. അപ്പം അത് നോക്കിയിട്ട് അദ്ദേഹം അതിൽ പറയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തൊരു ഡ്രോയിങ് ആണത്. അദ്ദേഹം ആ വീഡിയോയിൽ പറയുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് മലയാളത്തിൽ അതുപോലത്തെ ഒരു ട്യൂട്ടോറിയൽ ചെയ്യാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അടുത്ത ഡ്രോയിങ്ങും മലയാളത്തിലെ തന്നെ ആക്ട്രസ്സാണ് അനുശ്രീ. ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒരു പോസ്റ്റ് റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് ഞാൻ വരച്ചൊരു ഡ്രോയിങ് ആണിത്. ഇതിലും സെയിം പെൻസിൽസൊക്കെ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അടുത്ത ഡ്രോയിങ് എന്ന് പറയുന്നത് തമിഴിലെ ശ്രുതി ഹസൻ എന്ന് പറയുന്ന ആക്ട്രസിൻ്റെയാണ്. അത് ഒരുപാട് ബെറ്റർ ആയിട്ടില്ല ആ ഡ്രോയിങ്. അതിൻ്റെ ഫേസിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കറക്റ്റ് ഫേസ് ഷേപ്പ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ കുറച്ച് ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അടുത്ത ഡ്രോയിങ് എന്ന് പറയുന്നത് തമിഴിലെ തന്നെ ആക്ട്രസ്സാണ് ഹൻസികയുടെ ഡ്രോയിങ് ആണ്. അത് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഷെയ്ഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇയർബഡ്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. അടുത്തത് നമ്മുടെ ഇളയ ദളപതി വിജയുടെ ഒരു ഡ്രോയിങ് ആണ്. അതിലും ഞാൻ ഷെയ്ഡിങ്സ് കുറച്ച് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു മണിക്കൂർ എടുത്തിട്ടുണ്ട് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇയർബഡ്സ് ഒക്കെ തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു പോസ്റ്റിൽ നിന്ന് നോക്കി വരച്ച ഋതിക് റോഷൻ്റെ ഒരു ഡ്രോയിങ് ആണ്. അതിൽ ചില സൈഡിലൊക്കെ ഒന്നും ഷെയ്ഡിങ് കറക്റ്റായിട്ട് വന്നിട്ടില്ല. പക്ഷേ ഒരു ഫ്രീ ഹാൻഡ് ഡ്രോയിങ് ആണ്, അതിനതൊക്കെ മതി. നമ്മൾ ഒരു ഡ്രോയിങ് എക്സസൈസ് ആയിട്ട് ചെയ്യുന്നതാണ്. അടുത്തത് നമ്മുടെ ദുൽഖർ സൽമാൻ്റെ കമ്മട്ടിപ്പാടം എന്ന് പറയുന്ന സിനിമയിലെ ഒരു ഗെറ്റപ്പ്, അതിൽ ഉള്ളൊരു ഫോട്ടോയുടെ റെഫറൻസ് ആയിട്ട് നോക്കിയിട്ട് വരച്ചിട്ടുള്ളതാണ്. ഞാൻ ഹെയറിൽ നരയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റബ്ബറാണ് യൂസ് ചെയ്തേക്കുന്നത്. അടുത്തത് എനിക്ക് ആരാന്നറിയില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കണ്ടൊരു പോസ്റ്റാണിത്. ഒരു ഡ്രോയിങ് തന്നെയാണ്, ആ ഡ്രോയിങ് റെഫറൻസ് എടുത്ത് വരച്ച ഡ്രോയിങ് ആണ്. അടുത്തതെന്ന് പറയുന്നത് അമയ മാത്യു എന്ന് പറഞ്ഞ നമ്മുടെ മലയാളത്തിൽ ഒരുപാട് പേർക്കറിയാം, കരിക്ക് എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസ്, അതിലൂടെ വന്ന ഒരു ആക്ട്രസ്സാണ്. ഇപ്പോൾ അത്യാവശ്യം നല്ല ഫേമസ് ആണ്. അടുത്ത ഡ്രോയിങ് നമ്മുടെ നിഖില വിമൽ എന്ന് പറയുന്ന മലയാളം ആക്ട്രസിൻ്റെയാണ്. പക്ഷേ അതെനിക്ക് അങ്ങോട്ട് ഒരു ബെറ്റർ റിസൾട്ട് കിട്ടിയില്ല. താടിയുടെയൊക്കെ ഭാഗം വന്നപ്പോഴത്തേക്കും ഷേപ്പ് ഒന്നും കറക്റ്റായിട്ട് കിട്ടിയില്ല. എന്നാലും ഷെയ്ഡിങ്സ് ഒക്കെ അത്യാവശ്യം ബെറ്റർ ആക്കി കൊണ്ടുവരാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അടുത്തത് നമ്മുടെ സ്വന്തം ടൊവീനോ. ഞാൻ എല്ലാവരെയും പേര് പറഞ്ഞാണ് റെപ്രസെൻറ്റ് ചെയ്തേക്കുന്നത്. റെസ്പെക്റ്റ് ഇല്ലാത്തതുകൊണ്ടല്ല, നമ്മളൊരാളെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമ്പോഴത്തേക്കും എപ്പോഴും പേര് യൂസ് ചെയ്യുന്നു, അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ ഞാൻ ഒരു ഹാച്ചിങ് മെത്തേഡൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ട്രൈ ചെയ്തിട്ടുണ്ട്. ഒരുപാട് ബെറ്റർ റിസൾട്ടൊന്നും കിട്ടിയിട്ടില്ല അതിൽ, എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതി ചെയ്തിട്ടുണ്ട്. അടുത്തത് എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു ഡ്രോയിങ് ആണ് നിത്യ മേനോൻ്റെ ഒരു ഡ്രോയിങ് ആണ്. ഇതിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ ഷെയ്ഡും ഒരു ഹാച്ചിങ്ങിൻ്റെ ഒരു മെത്തേഡൊക്കെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അടുത്തത് നമ്മുടെ 18ാം പടിയിലെ അയ്യപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത ആളാണ്. അത് അക്ഷയ് രാധാകൃഷ്ണൻ എന്നാണ് ശരിക്കുള്ള പേര്. ഇതിൽ ഞാൻ ഹെയറിൽ ഇച്ചിരി ടെക്സ്ചർ കൊണ്ടുവരാൻ വേണ്ടി മോണോസീറോ ഇറേസറൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ഡ്രോയിങ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മാർവൽ ക്യാരക്ടറാണ് ലോക്കി എന്ന് പറഞ്ഞത്. അത് ഞാൻ കുറച്ചധികം ഡീറ്റെയിൽ ഇതിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. കൊച്ചു ഡ്രോയിങ് ആണെങ്കിൽ പോലും ഫേസിലൊക്കെ ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അടുത്ത ഡ്രോയിങ് കാജൽ അഗർവാളിൻ്റെയാണ്. കാജൽ അഗർവാളിൻ്റെ ഒരു പോർട്രേറ്റാണ്. ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു ഫോട്ടോ ആണ് റെഫറൻസ് ആക്കി നോക്കി വരച്ചേക്കുന്നത്. ഇതിലും ഞാൻ ഹാച്ചിങ് മെത്തേഡൊക്കെ ഹെയറിൻ്റെ അവിടെയും ഫേസിൻ്റെ അവിടെയൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇയർ റിങ്സ് ഒന്നും കറക്റ്റ് ഷേപ്പിലൊന്നും കിട്ടിയില്ല. അടുത്തത് നമ്മുടെ കല്യാണി പ്രിയദർശൻ്റെ ഒരു പോർട്രേറ്റ് വരച്ചാണ്. ഇതിൽ ഞാൻ പെൻസിൽ മാത്രമല്ല വാട്ടർ കളറും ബോൾ പെന്നും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് വരച്ചേക്കുന്നത്. ഇതിൽ ഞാൻ ഫേസിലൊക്കെ കുറച്ച് ഹാച്ചിങ് ഒക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ട്. ഈ ഡ്രോയിങ് എല്ലാം തന്നെ ഞാൻ ക്ലാസ്മേറ്റ്സിൻ്റെ ഒരു 30 രൂപയുടെ സ്കെച്ച് ബുക്കിനകത്താണ് വരച്ചേക്കുന്നത്. ഫേബർ കാസ്റ്റലിൻ്റെ ഒരു 50 രൂപയുടെ പാക്ക് പെൻസിൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു 0.5 mm മെക്കാനിക്കൽ പെൻസിലും യൂസ് ചെയ്തിട്ടുണ്ട്.